ദൃശ്യം 3. അതെ, നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ദൃശ്യത്തിൻ്റെ തുടർച്ചയായ ദൃശ്യം 3 പാൻ ഇന്ത്യൻ പോവുകയാണ് 3 താരങ്ങൾ ചേർന്ന്. പുരോഗമിക്കുന്ന ചർച്ചകളെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് നമ്മുടെ മലയാളത്തിലെ സംവിധായകൻ ജിത്തു ജോസഫ്. പ്രിയപ്പെട്ടവരെ, മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന തുടർഭാഗങ്ങളിലെ പ്രധാനമാണ് ദൃശ്യം 3. ഏതെങ്കിലുമൊക്കെ ഭാഷാ പതിപ്പുകളിലായി ഈ ചിത്രം കണ്ടിട്ടില്ലാത്ത സിനിമാ പ്രേമികൾ ഇന്ത്യ എന്ന രാജ്യത്ത് അപൂർവമായിരിക്കും. ഇന്ത്യ കടന്ന് ചൈന, കൊറിയ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സിനിമ റീമേക്ക് ചെയ്തിരുന്നു. അതിനാൽ തന്നെ അത്രയും ഹൈപ്പാണ് ഫ്രാഞ്ചൈസിയുടെ 3-ാം ഭാഗത്തിന്. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ഒറിജിനൽ ദൃശ്യം എപ്പോൾ ആരംഭിക്കുമെന്ന ചോദ്യം മലയാളി സിനിമാ പ്രേക്ഷകരോടൊപ്പം മറുഭാഷാ ചലച്ചിത്ര പ്രവർത്തകരുടെ ഇത് കൂടിയായിരുന്നു. മലയാളം പതിപ്പ് ഈ വർഷം ഒക്ടോബറിൽ തുടങ്ങുമെന്ന് അണിയറക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അജയ് ദേവ്ഗൺ നായകനാകുന്ന ഹിന്ദി പതിപ്പിൻ്റെതായി ആലോചിക്കുന്ന റിലീസ് തീയതിയും അനൗദ്യോഗികമായി പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ ഇക്കുറി ഹിന്ദി പതിപ്പൊരുങ്ങുക മലയാളവുമായി ബന്ധമില്ലാത്ത പുതിയൊരു തിരക്കഥയിലാകുമോ? സമീപകാല മാധ്യമ റിപ്പോർട്ടുകൾ ഉയർത്തിയ ആ സംശയത്തിന് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് ജിത്തു ജോസഫ്. ഹിന്ദി പതിപ്പെത്തുക മറ്റൊരു കഥയിൽ ആയിരിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണ്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ജോസഫിന്റെ പ്രതികരണം. ചിത്രത്തിന്റെ തിരക്കഥ രചന അവസാന ഘട്ടത്തിലാണെന്നും ജിത്തു പറഞ്ഞു. എൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാകും ഹിന്ദി പതിപ്പും ഒരുങ്ങുക. ഞാൻ തിരക്കഥ പൂർത്തിയാക്കിയതിനു ശേഷം അത് ഹിന്ദി ടീമുമായി പങ്കുവയ്ക്കും. അതിൽ തങ്ങളുടെ ചുറ്റുപാടിന് ചേർന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അവർ വരുത്തും എന്ന് ജിത്തു ജോസഫ് പറയുന്നു. മലയാളം ഹിന്ദി പതിപ്പുകൾക്ക് പുറമെ ഒരേ സമയത്തായിരിക്കുമോ ചിത്രീകരിക്കുക എന്ന ചോദ്യത്തിന് അത് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ലെന്ന് പറയുന്നു. നായക നടന്മാരുടെ ഡേറ്റുകൾ അത്തരത്തിൽ ഉറപ്പിക്കാൻ പറ്റിയേക്കില്ല. അതേസമയം മലയാളം, ഹിന്ദി, തെലുങ്ക് പതിപ്പുകൾ ഒരേ സമയം റിലീസ് ചെയ്യുമെന്ന് മറുഭാഷ അണിയറക്കാർ അപേക്ഷിച്ചിട്ടുണ്ടെന്നും ജിത്തു പറയുന്നു. മലയാളവും ഹിന്ദിയും മാത്രമല്ല, ഒപ്പം തെലുങ്ക് പതിപ്പും ഒരുമിച്ച് റിലീസ് ചെയ്യുന്ന കാര്യം തങ്ങളുടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. OTTയുടെ ഈ കാലത്ത് വെവ്വേറെ തീയതികളിൽ മറുഭാഷാ പതിപ്പുകൾ എത്തിയാൽ തിയേറ്ററിൽ അതുണ്ടാക്കുന്ന സ്വാധീനം കുറയുമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നതെന്നും ജിത്തു ജോസഫ് പറയുന്നു. ഏതായാലും ദൃശ്യം 3 ആ ഒരു ക്രൈം ത്രില്ലറിനായി നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.